मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं। बच्चों आप ठीक है ना? अच्छा बच्चों देखिए വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ബാൻസുരി. क्या माना बांसुरी? हाँ देखिए तस्वीर देखिए. ഓടക്കുഴൽ അല്ലേ? ഓടക്കുഴൽ എന്ന് പറയുന്ന ആറാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. बच्चों आप तैयार है ना? अच्छा बच्चों देखिए യെസ് തസ്വീർ ദേക്കിയേ. യെസ് തസ്വീർ ചിത്രം നോക്കൂ. എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ആ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഓടക്കുഴൽ വായിക്കുന്നുണ്ട്. ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മൃഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മൃഗങ്ങളും പക്ഷികളും അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? യെസ് നമുക്ക് നോക്കാം എന്താണ് അത് എന്ന്. മനു ഓർ ബാൻസുരി അല്ലേ? എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനുവും ഓടക്കുഴലും അല്ലേ? മനുവും ഓടക്കുഴലും അല്ലേ? മനുവും ഓടക്കുഴലും. അപ്പൊ എന്താണ് അത് എന്നുള്ളത് നമുക്ക് നോക്കാം. ക്യാ ആപ് ജാനനാ ചാഹത്തെ ഹേ കി മനു കാ ബാൻസുരി സേ ക്യാ സംബന്ധ് ഹേ? ലേ ക്യാ എന്ത്, ലേ ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. ആപ് എന്ന് പറഞ്ഞാൽ താങ്കൾ, നിങ്ങൾക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ജാന എന്ന് പറഞ്ഞാൽ അറിയുക അല്ലേ? അറിയുക. ചാഹ്തേഹും, ചാഹ്തേ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക, ആഗ്രഹം അല്ലേ? ആഗ്രഹിക്കുക എന്നൊക്കെ പറയാം. അപ്പൊ എന്താണ് പറഞ്ഞത്? എന്താണ് മനുവും അതേപോലെ ഓടക്കുഴലും തമ്മിലുള്ള ബന്ധം എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? സംബന്ധ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സംബന്ധ് എന്ന് പറഞ്ഞാൽ ബന്ധം എന്നാണ്. സംബന്ധ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം അല്ലേ? നമ്മൾ സംബന്ധം കൂടുക എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പൊ എന്താണ് മനുവും ഓടക്കുഴലും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. മനു ഓർ ബാൻസുരി എന്നുള്ള ആ പാഠഭാഗം നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ബച്ചോ ദേക്കിയേ മനു കെ ഏക് ബാൻസുരി ഹേ. എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനുവിന്റെ കയ്യിൽ ഏക് ബാൻസുരി ഹേ, മനുവിന് എന്തുണ്ട്? ഒരു ഓടക്കുഴലുണ്ട്. മനുവിന് ഏക് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ്. ബാൻസുരി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം ഓടക്കുഴൽ എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പം മനുവിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഓടക്കുഴലുണ്ട്. ഇനി എങ്ങനെയുണ്ട് ആ ഓടക്കുഴൽ? സുന്ദർ ഓർ ജാദുയി ബാൻസുരി ഹേ. എന്താണ് സുന്ദരവും ജാദുയി എന്ന് പറഞ്ഞാൽ ജാദുയി എന്ന് പറഞ്ഞാൽ മാതൃകവുമായ അല്ലേ? യെസ്. എന്താണ് മക്കളെ? സുന്ദർ ഓർ ജാദുയി ബാൻസുരി അല്ലേ? സുന്ദരമായിട്ടുള്ളതും അതേപോലെ ജാദുയി എന്ന മാന്ത്രികവുമായിട്ടുള്ള ഒരു ഓടക്കുഴൽ ആരുടെ കയ്യിലുണ്ട്? മനുവിന്റെ കയ്യിലുണ്ട്. ഗാവോം കെ ഹരി ഘാസ് ഭരെ മൈതാൻ മേ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഗാവോം കെ, ഗ്രാമത്തിൽ, ഹരി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ് പച്ച അല്ലേ? പച്ച. ഗാസ് എന്ന് പറഞ്ഞാൽ പുല്ല് അല്ലേ? അപ്പോൾ ഗ്രാമത്തിലെ പച്ചപ്പുല്ല് നിറഞ്ഞ മൈതാനത്തിൽ എന്ത് ചെയ്യും? ജബ് വഹാം ബാൻസുരി ബച്ചാത്ത. അപ്പോഴൊക്കെ അവരെന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? ബാൻസുരി ബച്ചാത്ത, ഓടക്കുഴൽ എന്ത് ചെയ്യും? വായിക്കും. ക്ലിയർ ആയോ മക്കളെ? ഇനിയോ അത് വായിക്കുന്ന സമയത്ത് ഇനി എന്താ ഉണ്ടാവുന്ന നോക്കാം. കോയൽ, മോർ, ആദി ചിടിയാം. കോയൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം കുയിൽ അല്ലേ? കുയിൽ. അതേപോലെ മോർ എന്ന് പറഞ്ഞാൽ മയിലാണ്. ആദി എന്ന് പറഞ്ഞാൽ മുതലായവ അല്ലേ? എക്സെട്ര എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. മുതലായവ. ചിടിയാം പക്ഷികൾ. അപ്പൊ ഓടക്കുഴൽ മനോഹരമായിട്ട് വായിക്കുന്ന സമയത്ത് കോയൽ, മോർ മുതലായവ, അതായത് കുയില്, അതേപോലെ മോർ എന്ന് പറഞ്ഞാൽ മയിൽ, ആദി മുതലായ പക്ഷികളും അതോടൊപ്പം ആരും കൂടി ഉണ്ടാകും. ഹിരൺ, മാൻ, ഖർഗോഷ്, മുയൽ, ജയ്സേ ജാൻവർ പോലെയുള്ള മൃഗങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഹിരൺ എന്ന് പറഞ്ഞാൽ മാൻ അല്ലേ? ഹിരൺ, മാൻ. ഖർഗോഷ് എന്ന് പറഞ്ഞാൽ മുയൽ. അതേപോലെ ജയ്സേ മുതലായ ജാൻവർ മൃഗങ്ങളും എന്ത് ചെയ്യും? ഉസ്കെ ചാരോം ഓർ ഇക്തഠേ ഹോത്തേ. എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്കെ ചാരോം ഓർ ഇക്കട്ടാ ഹോത്തേ. 4 പേര് ഉസ്കെ ചാരോം ഓർ 4 പാടും. ഈ പറഞ്ഞ കുയില്, അതേപോലെ മയില്, പിന്നെ മാൻ, മുയൽ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യും? 4 പാടും. എന്ത് ചെയ്യും? ഒത്തുചേരും. ഇക്കട്ടാ ഹോത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേരും കൂടി എന്ത് ചെയ്യും? ഒത്തുചേരും.
ഇനി എന്താ പറയുന്നത്? ഉസ്കി മീട്ടി ആവാസ് മേം സാരാ ഗാവോം ആഘുമുടുത്ത അല്ലേ, അവരുടെ മനോഹരമായ മീട്ടിയർ മധുരമുള്ള ആ ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം, അവരുടെ മധുരമുള്ള ശബ്ദം കേട്ടിട്ട് സാരേ ഘാവ് അല്ലേ, മുഴുവൻ ആ ഗ്രാമത്തിലെ ആളുകളും ഝൂം ഉടുത്ത എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷത്തിൽ എന്ത് ചെയ്യും? മുഴുകും. സന്തോഷത്തിൽ എന്ത് ചെയ്യും? മുഴുകും. ക്ലിയർ ആണോ? ഇനി സാരാ ഗം പിദൽ ജാത്ത. യെസ്, സാരാ ഗം അല്ലേ, ഗം പിദൽ ജാത്ത. എല്ലാവരും ആ ദുഃഖത്തിൽ എന്ത് ചെയ്യും? ഗം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ദുഃഖത്തിൽ എന്ത് ചെയ്യും? അലിഞ്ഞു പോകും. ദുഃഖത്തിൽ അലിഞ്ഞു പോകും. ക്ലിയർ ആയോ മക്കളെ? ഇനി എന്താ പറയുന്നത്? മനു ഓർ ബാൻസുരി കാ ടൂട്ട് സംബന്ധ് അല്ലേ, മനുവും ഓടക്കുഴലും തമ്മിൽ എന്താണ്? തകരാത്ത ബന്ധമാണ്. ടൂട്ട് സംബന്ധം പറഞ്ഞാൽ തകരാത്ത അല്ലേ, തകരാത്ത ബന്ധം അല്ലേ, ബന്ധമാണ്. ഹർ ഫൽ ദോനോം ഏക് സാത്ത്, ഓരോ നിമിഷവും. ഹർ ഫൽ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും. ഹർ ഫൽ അല്ലേ, ഓരോ നിമിഷവും എന്താണ്? ദോനോം രണ്ട് പേരും എന്താണ്? ഏക് സാത്ത്, അവർ രണ്ടുപേരും എപ്പോഴും ഓരോ നിമിഷവും എന്താണ്? ഒന്നിച്ചാണ് ഓരോ നിമിഷവും. മനുവും അതേപോലെ ബാൻസുരി ഓടക്കുഴലും ഒരുമിച്ചിട്ടായിരിക്കും. അപ്പൊ എന്താണ് നമ്മളോട് ആദ്യം ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് മനസ്സിലായില്ലേ? ക്യാ ആപ് ജാനാ ചാഹത്തെ ഹേ കി മനു കാ ബാൻസുരി ക്യാ സംബന്ധ് ഹേ? എന്താണ് താങ്കൾക്ക് മനുവും ഓടക്കുഴലും തമ്മിലുള്ള ബന്ധം എന്ന് അറിയാൻ ആഗ്രഹമില്ലേ എന്നുള്ളതിനൊരു ഉത്തരമായല്ലോ നമുക്കിത് വായിച്ചു കഴിഞ്ഞപ്പോൾ. റെഡിയല്ലേ മക്കളെ? വെച്ചോ ठीक है ना? अगला वीडियो में हम फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय.